ജബൽപൂരിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറച്ചുകൂടി പൊടുപ്പും തൊങ്ങലും വെച്ച് ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് വലിയ വിഷയമാക്കാനാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവർക്കെതിരെ നിയമപരമായി അവിടെ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെയും ജബൽപൂരിന്റെ പേരിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പരിപാടികൾ എന്തിനു വേണ്ടിയാണ് എന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കാതെ തുരങ്കം വെച്ച കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് വൈദികർ വസ്തുതാവിരുദ്ധമായ പ്രചരണം നടത്തരുത്. ജബൽപൂർ പ്രശ്നങ്ങളുടെ പേരിൽ ക്രിസ്ത്യാനികളെ കയ്യിലെടുത്തുകൊണ്ട് വോട്ട് നേടാനുള്ള ശ്രമമാണിപ്പോൾ കോൺഗ്രസ് നടത്തുന്നതെന്ന് വ്യക്തമാക്കി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഖാസ. അവരുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വസ്തുതാവിരുദ്ധമായ പ്രചരണം നടത്തുന്ന കോൺഗ്രസിനെയും അതിന് മൂട് താങ്ങിയായി നിൽക്കുന്ന വൈദികരെയും നിശീതമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഖാസ രംഗത്ത് വന്നിരിക്കുന്നത്. 150 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ഭാരതത്തിൽ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സമുദായവും ക്രൈസ്തവ സമുദായവും തമ്മിലുള്ള പ്രശ്നം എന്നു പറയുന്നത് മതപരിവർത്തനം എന്ന ഏക വിഷയവും മാത്രമാണുള്ളത്. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഈ രാജ്യം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ മറ്റു മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ആരാധനാമൂർത്തികളെയും അവഹേളിക്കുവാനോ അതുപോലെ പണമോ പ്രണയമോ പ്രലോഭനമോ പ്രത്യാശയോ അതുപോലെ പാരിതോഷികമോ ഭീഷണിയിലൂടെയോ മതം മാറ്റുന്നു നിയമം അനുവദിക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിലെ മകനോ മകളോ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നത് നമുക്ക് സഹിക്കാനാവുന്നതല്ല എങ്കിൽ ഇതേ വിഷയം തന്നെയാണ് സ്വന്തം വീട്ടിലുള്ളവർ മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ ഉത്തരേന്ത്യയിലെ ഹൈന്ദവർക്കും ഉണ്ടാകുന്നതെന്ന് നാം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം, അംഗീകരിക്കണം. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് തെറ്റുമാവുന്നത് എങ്ങനെയാണ് എന്നാണ് ഖാസ ചോദിക്കുന്നത്. അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: വൈദികർ ഈ വൃത്തികെട്ട രാഷ്ട്രീയ കളികളിൽ നിന്നും പിന്തിരിയണം. വിശ്വാസികൾ തങ്ങൾ നേരിടുന്ന അവഗണനയും അപകടങ്ങളും മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധത്തോടെ നീങ്ങുമ്പോൾ അതിനെ തുരങ്കം വെക്കുന്നതിനായി നടത്തി വന്ന ശ്രമങ്ങൾ ഒന്നും ഫലിക്കാതെ വന്നതോടെ ഒരു കൂട്ടം വൈദികർക്ക് കോൺഗ്രസിനു വേണ്ടി തറ രാഷ്ട്രീയ കളികളുമായി പ്രത്യക്ഷത്തിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് കേരള ക്രൈസ്തവ സമൂഹത്തിന് തികച്ചും അപമാനകരവും അപകടവുമാണ്. പുരോഹിതർ അവരിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ കർത്തവ്യങ്ങൾ ചെയ്യാൻ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. മറിച്ച് പുരോഹിതർ സ്വന്തം നിലമറന്ന് രാഷ്ട്രീയക്കാരുടെ ആജ്ഞാവൃത്തികളായി രാഷ്ട്രീയ നേതാക്കളുടെ പെട്ടിതാങ്ങികളായ അണികളുടെ റോൾ എടുത്താൽ രാഷ്ട്രീയക്കാരോട് എങ്ങനെയാണോ ഇടപെടേണ്ടി വരുന്നത് അതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതായും കൈകാര്യം ചെയ്യേണ്ടതായും വരും. വഖഫ് നിയമ ഭേദഗതിയെ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ പിന്തുണയ്ക്കണമെന്ന KCBCയുടെ അഭ്യർത്ഥന പൂർണ്ണമായും ഐക്യകണ്ഠവും ആത്മാർത്ഥപൂർണവുമായിരുന്നുവെന്നും ഞങ്ങൾക്ക് ഒരിക്കലും കരുതുന്നില്ല. പക്ഷേ കേരള ക്രൈസ്തവരുടെ ഏറ്റവും വലിയ സഭാ നേതൃത്വമായ KCBC പൊതുസമൂഹത്തിന് മുന്നിലാണ് ആ അഭ്യർത്ഥന നടത്തിയത്. അത് ഔദ്യോഗികമായി തന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. പക്ഷേ ആ അഭ്യർത്ഥനയ്ക്ക് ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും നൽകാതെയാണ് കേരളത്തിൽ നിന്നുള്ള കേരള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എംപിമാരും അവരുടെ നേതൃത്വവും KCBCയുടെ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞത്. അതിന്റെ പ്രധാന നേതൃത്വമാകട്ടെ 18 എംപിമാരുള്ള കോൺഗ്രസ് തന്നെയായിരുന്നു. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോലും നിശബ്ദനായിരുന്നപ്പോൾ പ്രതിപക്ഷ എംപിമാരിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനു വേണ്ടി ഏറ്റവും കൂടുതൽ വീറോടെ വാദിച്ചതും കേരളത്തിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു. അതിൽ പ്രധാനി വഖഫ് എന്ന കിരാത മത നിയമത്തിന്റെ ഇരയായ മുനമ്പത്തിന്റെ സ്വന്തം MP ഹൈബ് ഈഡനും. KCBC അല്ലെങ്കിൽ CBCI എന്നിവരുടെ അഭ്യർത്ഥനയെ പുല്ലുവില കൽപ്പിച്ച് അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിട്ട് 10 ദിവസം പോലും തികയുന്നതിന് മുൻപേ ഒരു ഒളുപ്പുമില്ലാതെ അതേ കോൺഗ്രസിന് വേണ്ടി അവർ നടത്തുന്ന രാഷ്ട്രീയ നാടകത്തിൽ വിദൂഷക വേഷം കെട്ടാൻ രംഗത്തിറങ്ങിയിരിക്കുന്ന ഈ കത്തോലിക്ക പുരോഹിതരുടെ ലക്ഷ്യം സമുദായ നേട്ടമോ വിശ്വാസികളോടുള്ള സ്നേഹമോ ഒന്നുമല്ല എന്ന് വളരെ വ്യക്തമാണ്. വഖഫ് ഭേദഗതി വിഷയത്തിൽ ക്രിസ്ത്യാനികളെ ചതിച്ച് കോൺഗ്രസിൽ നിന്നും അകന്ന ക്രിസ്ത്യൻ സമൂഹത്തെ കോൺഗ്രസിന്റെ അടിമത്തത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ദൗത്യവുമായാണ് ഈ വൈദികർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ കേരളത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങൾക്കുള്ളിൽ ക്രിസ്ത്യൻ സമുദായത്തിനും സഭയ്ക്കും വിശ്വാസികൾക്കും പുരോഹിത നേതൃത്വങ്ങൾക്കും എതിരെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ പോലും ക്രിസ്ത്യാനികൾക്കൊപ്പം നിൽക്കാതെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം മണിപ്പൂർ ഏൽക്കാതായി വന്നതോടെ പുതുതായി വീണുകിട്ടിയ ജബൽപൂർ വിഷയവുമായി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ ക്രൈസ്തവ സ്നേഹം അല്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിക്കും അറിയാമെന്നിരിക്കെ അവരുടെ ഈ രാഷ്ട്രീയ നാടകത്തിൽ കോമാളി കഥാപാത്രങ്ങളാകാൻ ഈ വൈദികരെ പ്രേരിപ്പിച്ചത് സമുദായ സ്നേഹമോ അതോ അവരുടെ സ്വാർത്ഥ ബന്ധു താല്പര്യങ്ങളോ അതോ മറ്റെന്തെങ്കിലുമാണോ?
എത്ര കണ്ട് നാണം കെട്ട് ഒരു ഉളുപ്പുമില്ലാതെ പൊതുസമൂഹത്തിൽ സ്വന്തം സമുദായത്തെ വഞ്ചിച്ച് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങണമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഭയക്കുന്നത് ഇവർക്കെതിരെയുള്ള എന്ത് തെളിവാണ് അവരുടെ കൈകളിലുള്ളത്? അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയ ഏതെങ്കിലും കെണികളുടെ കാര്യത്തിൽ അവരെ ഭയക്കുന്നതാണോ? 150 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ഭാരതത്തിൽ ഭൂരിപക്ഷ സമുദായ ഹൈന്ദവ സമുദായവും ക്രൈസ്തവ സമുദായവും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് മതപരിവർത്തനം എന്ന ഏക വിഷയം മാത്രമാണുള്ളത്. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഈ രാജ്യം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ മറ്റു മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ആരാധനാമൂർത്തികളെയും അവഹേളിക്കുവാനോ അതുപോലെ പണമോ പ്രണയമോ പ്രലോഭനമോ പ്രത്യാശയോ പാരിതോഷികമോ ഭീഷണിയിലൂടെയോ മതം മാറ്റുവാനും നിയമം അനുവദിക്കുന്നില്ല. ഒരുവൻ പരപ്രേരണയാൽ അല്ലാതെ സ്വന്തം ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചോ അല്ലെങ്കിൽ അവർ ക്രിസ്തുവിനെ അറിഞ്ഞ് വിശുദ്ധ ബൈബിൾ പൂർണ്ണമായും പഠിച്ചു വിശ്വസിച്ച് സ്വയം അവൻ്റെ മനപരിവർത്തനത്താൽ മാത്രം ക്രിസ്തുവിനെ ഏക രക്ഷകനും വൈദികനുമായി സ്വീകരിച്ച് ക്രിസ്തു മതത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ മാത്രം അതിനെ സ്വാഗതം ചെയ്താൽ മതി. അല്ലാതെ ക്രിസ്ത്യാനികളുടെ ആളെണ്ണം കൂട്ടുന്നതിന് പകരം ഇവിടെയുള്ള നിങ്ങളിൽ ഭാരമേൽപ്പിക്കപ്പെട്ട് സ്വയം മകളെ സംരക്ഷിച്ച് നിർത്തുവാൻ ശ്രമിക്കുകയാണ് ആദ്യം വേണ്ടത്. ഷൈനിമാരും മക്കളും കടബാധ്യത കാരണം ട്രെയിനിന് മുന്നിൽ ജീവൻ ഒടുക്കുമ്പോൾ ഇവിടുന്ന് പിരിച്ച് ഉത്തരേന്ത്യയിലെ ആദിവാസികളെ ഉദ്ധരിക്കുന്ന പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം. മിഷൻ പ്രവർത്തനം ഒരു കാലത്ത് ആവശ്യമായിരുന്നു. ഇന്ന് അതെല്ലാം ചെയ്യാനുള്ളത് കഴിവും സിസ്റ്റവും ഈ രാജ്യത്തിനുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിന് അത്യാവശ്യമായത് നൽകുകയെന്നതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള മിഷൻ പ്രവർത്തനം. അതായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തികച്ചും ദരിദ്ര അവസ്ഥയിൽ അശരണരെയും പീഡിതരെയും ചേർത്ത് പിടിക്കുവാനും ആതുര വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധയൂന്നി രാജ്യത്തിൻ്റെ പുരോഗതിക്കായി രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ക്രിസ്ത്യൻ പൗരോഹിത്യവും സഭകളും നടത്തിയ ക്രിസ്തുവിൽ ഊന്നിയ മിഷൻ പ്രവർത്തനം രാജ്യത്തിൻ്റെയും ജാതി മത ഭേദമന്യേ രാജ്യങ്ങളെ പൗര സമൂഹത്തിൻ്റെയും നന്മയ്ക്കായി നൽകിയ സേവനങ്ങൾ. എന്നാൽ ഇതെല്ലാം ചെയ്താൽ ഇവിടുത്തെ ഗവൺമെൻറ് കഴിവുണ്ടായിരിക്കെ ലക്ഷ്യം നിർവഹിച്ചു കഴിഞ്ഞും അതൊരു ധനഗമന മാർഗമായി കണ്ട് അതുവഴി സഭയെ കച്ചവടവൽക്കരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സഭാ നേതൃത്വത്തിന് വിശ്വാസികളെ മറന്ന് ഒരേ സമയം ദൈവത്തെയും അതുപോലെ തന്നെ മാമോനെയും സേവിക്കേണ്ടതായി വരുന്നത്. ഓരോരോ കാലഘട്ടത്തിൽ രാജ്യവും പ്രാദേശിക സമൂഹങ്ങളും നേരിടുന്ന അവകാശങ്ങളിലേക്ക് സഭയുടെ മിഷൻ തിരിയുകയാണ് വേണ്ടത്. അതൊരു പക്ഷേ രാജ്യത്തിനും സമുദായത്തിനും എതിരെ വരുന്ന ശത്രുക്കളെയും എതിർക്കാനുള്ള ദൗത്യം എന്നോണൽ അതിനെയും ഒരു മിഷൻ പ്രവർത്തനമായി കാണുമ്പോൾ സാധിക്കണം. സ്വയം വിശ്വസിച്ചല്ലാതെ പ്രണയത്തിന്റെ കെണികളിൽപ്പെട്ട് നമ്മുടെ പെൺകുട്ടികൾ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതിനെ തടയുവാനാണ് നാം ഈ ലവ് ജിഹാദിനെതിരെ പോരാടുന്നത്. നമ്മുടെ കുടുംബത്തിലെ മകനോ മകളോ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നത് നമുക്ക് സഹിക്കാനാവുന്നില്ല എങ്കിൽ ഇതേ വിഷയം തന്നെയാണ് സ്വന്തം വീട്ടിലുള്ളവർ മറ്റൊരു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ ഉത്തരേന്ത്യയിലെ ഹൈന്ദവർക്കും ഉണ്ടാകുന്നതെന്ന് നാം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം, അംഗീകരിക്കണം. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ തെറ്റും ആവുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ തന്നെയാണ് ജബൽപുരയിലെ പ്രശ്നങ്ങളുടെ കാരണം. പക്ഷെ അവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ല നടന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവർക്കെതിരെ നിയമപരമായി അവിടെ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെയും ജബൽപൂരിന്റെ പേരിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പരിപാടി എന്തിനു വേണ്ടിയാണ് എന്ന് ഈ കേരള പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അതിൽ പങ്കാളികളാകുന്നതെന്നത് വ്യക്തമാക്കണം. രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന് വേണമെങ്കിൽ അവർ നടത്തിക്കോട്ടെ. അത് അവരുടെ രാഷ്ട്രീയ അതിജീവനത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ആവശ്യമാണ്. നിങ്ങൾ വൈദികർക്ക് ജബൽപൂരിന്റെ വിഷയത്തിൽ പ്രതിഷേധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പള്ളികളിൽ നിന്നും വിശ്വാസികളുമായി ഇറങ്ങി പ്രതിഷേധിക്കണം. അല്ലാതെ പുരോഹിത വസ്ത്രവും അണിഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ അടിമത്വത്തിലേക്ക് ക്രിസ്ത്യാനികളെ കൂട്ടിക്കൊടുക്കാൻ കോമാളി വേഷം കെട്ടരുത്. ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകത്തിൽ വിദൂഷക വേഷം കെട്ടാൻ പോകുന്ന പാലാ രൂപതയിലെ ദീപികയുടെ മുൻ ഡയറക്ടറായിരുന്ന ഫാദർ മാത്യു ചന്ദനക്കുന്നേലിനോട് ചോദിക്കാനുള്ളത്, താങ്കളുടെ രൂപത അധ്യക്ഷനായ അഭിവന്ദ്യ കല്ലങ്ങാട്ട് പിതാവിനെതിരെ സുഡാപ്പികൾ കൊലവിളി നടത്തിയപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്തായിരുന്നു? താങ്കളുടെ രൂപതയിൽപ്പെട്ട പൂഞ്ഞാർ പള്ളിയിലെ വൈദികനെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഈരാറ്റുപേട്ടയിലെ 28 കുട്ടികൾ വാഹനം ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ താങ്കൾ ഇപ്പോൾ പങ്കെടുക്കുവാൻ പോകുന്ന നാടകം നടക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്തായിരുന്നു?
ഇന്ന് ജബൽപൂരിനു വേണ്ടി പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന തങ്ങൾ നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിന്റെ പേരിൽ സുഡാപ്പികൾ പാലാ ബിഷപ്പിനെതിരെ കൊലവിളി പ്രകടനം നടത്തിയതിന്റെ പിറ്റേ ദിവസം കാസിയയുടെ നേതൃത്വത്തിൽ പാലാ കുരിശുപള്ളി കവലയിൽ നിന്നും പിതാവിന് അനുകൂലമായി ഐക്യദാർഢ്യ പ്രകടനം നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ അതിൽ പങ്കെടുക്കാതിരുന്നത്? അന്ന് കത്തോലിക്ക ബിഷപ്പിന് വേണ്ടി ഐക്യദാർഢ്യം പ്രസംഗിക്കാൻ ഗീവർഗീസ് കിഴക്കേടത്ത് എന്ന് പറയുന്ന ഓർത്തഡോക്സ് വൈദികൻ മാത്രമാണ് കുരിശുപള്ളി കവലയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ജബൽപൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന താങ്കൾ എന്തുകൊണ്ടാണ് സ്വന്തം പിതാവിന്റെ കാര്യത്തിൽ ഈ താല്പര്യം കാണിക്കാതിരുന്നത്? 2 വർഷം മുൻപ് കാസർഗോഡ് ബൈബിൾ കത്തിച്ചപ്പോൾ, കുരിശടികൾ തകർത്തപ്പോൾ, പുൽക്കൂട് നശിപ്പിച്ചപ്പോൾ, അധ്യാപകന്റെ കൈവെട്ടിയെടുത്തപ്പോൾ, ഹിജാബ് വിഷയത്തിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ക്രിസ്ത്യാനികളെയും പുരോഹിതരെയും ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിപ്പിച്ചപ്പോൾ, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുരിശടികളെ അപമാനിച്ചപ്പോൾ, അമൽജ്യോതി കോളേജ് അടിച്ചു തകർത്തപ്പോൾ, പന്നി മാംസം വിളമ്പി എന്ന് പറഞ്ഞ് എരുമേലിയിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലെ കായിക അധ്യാപകനെയും പ്രധാന അധ്യാപകനെയും തല്ലിച്ചതച്ചപ്പോൾ, ഹിജാബിന്റെ പേരിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ, നിസ്കാര മുറിയുടെ പേരിൽ വൈദികനെ തടഞ്ഞു വെച്ചുകൊണ്ട് കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ, കുമ്പസാരക്കൂട്ടിലിരുന്ന വിശുദ്ധ ഉറാറ എടുത്ത് കക്കൂസിലെറിഞ്ഞപ്പോൾ, 8:20 സംവരണ അനുപാത വിഷയത്തിൽ, EWS വിഷയത്തിൽ, ജസ്റ്റിസ് JP കോശി കമ്മീഷൻ വിഷയത്തിൽ, ലവ് ജിഹാദ് വിഷയത്തിൽ, ഈശോ സിനിമയുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ ഈ നടക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ അങ്ങനെ അവസാന മുനമ്പം വിഷയത്തിൽ വരെ താങ്കൾ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്തായിരുന്നു? മേൽപ്പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിൽ താങ്കളോ താങ്കളുടെ പാർട്ടിയോ പ്രതിഷേധ ജ്വാല നടത്താൻ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടോ? എവിടെയെല്ലാം ന്യൂനപക്ഷം ഭൂരിപക്ഷമായി ഈ കേരളത്തിൽ രാഷ്ട്രീയ സമൂഹ സാംസ്കാരിക രംഗത്ത് അധിനിവേശം നടത്തുന്ന പ്രത്യേക വിഭാഗമായതുകൊണ്ടാണോ താങ്കൾ ഉൾപ്പെടെയുള്ള പുരോഹിതർ മാളത്തിൽ ഒളിച്ച് നോർത്ത് ഇന്ത്യയിലോട്ട് നോക്കിയിരിക്കുന്നത്? ഇനി പറയൂ, ലോകം മുഴുവനും ഈ കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഭീഷണിയോ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ശത്രുക്കൾക്ക് ബാങ്ക് ചെക്ക് നൽകി നിലകൊള്ളുന്ന ഈ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടി താങ്കൾ പോകുന്നതിന്റെ പിന്നിൽ എന്താണ്? ഒന്നെങ്കിൽ ശരീരത്തിൽ കിടക്കുന്ന വെള്ള വിശുദ്ധ വസ്ത്രം ഊരി വെച്ചിട്ട് ഖദറും ധരിച്ച് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങളിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. ലതും ഉദ്ദേശവും കൂടി ഒന്നിച്ചു വേണ്ട എന്നാണ് കാസ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.